മഞ്ഞിൻ കണങ്ങൾ പെയ്തിറങ്ങുന്ന രാത്രി, നിശയുടെ നീലനിലാവിൽ മിന്നിത്തിളങ്ങുന്ന വാനവീഥി. ദൂതന്റെ സദ്വാർത്ത കേട്ട് ആട്ടിടയന്മാർ അത്യധികം സന്തോഷിച്ചു. ശാന്തമായ ആ രാത്രിയിൽ നക്ഷത്രങ്ങളുടെ സംഗീതം മാത്രം മെല്ലെ കേൾക്കാമായിരുന്നു. നമസ്കാരം. ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും നക്ഷത്ര താരാട്ട് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇതാ നമുക്കായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു, യൂദയായിലെ ബെത്ലഹേമിൽ. ലോകം മുഴുവനും ദേവാദിദേവന്റെ പിറവി തിരുനാൾ ആഘോഷിക്കുന്ന ഈ പൊൻസുദിനത്തിൽ ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് വളർന്നു വരുന്ന ഒരു കുഞ്ഞു കലാകാരനാണ്, ഒരു യുവപ്രതിഭ എന്ന് വിശേഷിപ്പിക്കാവുന്ന മാസ്റ്റർ ഗൗതം ദ്രാവിഡ്. ഹലോ ഗൗതം, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഗൗതം ദ്രാവിഡ് ഇങ്ങനെ പേര് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടി എത്തുന്നത് ക്രിക്കറ്റാണ്. ക്രിക്കറ്റാണ് ഇഷ്ടം? എനിക്ക് ക്രിക്കറ്റ് ഇഷ്ടമാണ്, ഫുട്ബോൾ ഇഷ്ടമാണ്. കൂടുതലിഷ്ടം ഫുട്ബോളാണ്. ഈ പേരിന് പിന്നിൽ എന്തെങ്കിലും സീക്രട്ട് ഉണ്ടോ? അച്ഛനാണ് പേരിട്ട. അച്ഛൻ വലിയ ക്രിക്കറ്റ് പ്രേമിയാണ്, പക്ഷേ നെറ്റിൽ നിന്ന് തപ്പിയെടുത്തതാണെന്ന് തോന്നുന്നു. അതെയോ? വീട്ടിൽ വേറെ ആരൊക്കെയുണ്ട്? ഞാനുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, പിന്നെ ഒരു ചേട്ടനും ഉണ്ട്. ചേട്ടൻ്റെ പേരെന്താ? ചേട്ടൻ്റെ പേര് സഞ്ജയ്. സഞ്ജയ് എന്ന് മാത്രമേ ഉള്ളൂ? സഞ്ജയ് സൈന്ധവ്. കണ്ടോ, അതൊരു വെറൈറ്റി പേരാണല്ലേ. അതെ. ചേട്ടൻ എങ്ങനെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വായിക്കുമോ? ഇല്ല, പഠിക്കുന്നുണ്ട്, കീബോർഡ് പഠിക്കുന്നുണ്ട്. അത് ശരി. അപ്പോൾ കുറേയധികം വിശേഷങ്ങൾ ഗൗതമിനോട് ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. അതിനു മുൻപ് നമുക്ക് ആദ്യമായിട്ടൊരു പാട്ടിലേക്ക് പോകാം. അപ്പോൾ
വാവ്, ബ്യൂട്ടിഫുൾ ആയിരുന്നു. താങ്ക് യു. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് പാതിര കുർബാനയും രാത്രിയിൽ പള്ളിയിൽ പോയിട്ടുള്ള പാട്ടുപാടലും ഒക്കെയാണ്. ഗൗതമിൻ്റെ മനസ്സിൽ ക്രിസ്മസിനെ കുറിച്ച് അതുപോലത്തെ കുറച്ച് ഓർമ്മകളൊക്കെ ഉണ്ടാവുമല്ലോ, എന്തൊക്കെയാണത്? എനിക്ക് ഞാനും അച്ഛനും ചേട്ടനും കൂടെ പുറത്തുപോയി സ്റ്റാർസും എല്ലാം മേടിച്ച് വീട്ടിൽ വന്ന് തൂക്കും. പിന്നെ അമ്മ വീട്ടിലാണെങ്കിൽ പുൽക്കൂടൊക്കെ കെട്ടി തയ്യാറാക്കി അവിടെ ചില്ല് ചെയ്യും. പിന്നെ കരോൾ സംഘം വരും, അവരുടെ കൂടെ പാട്ടും ഡാൻസൊക്കെ പാടി അടിപൊളിയായിട്ട് വൈബ് ചെയ്യും. കേക്കൊക്കെ കേക്കൊക്കെ തിന്നും. അപ്പോൾ ആ ഒരു വൈബോട് കൂടി തന്നെ നമുക്ക് അടുത്ത പാട്ടിലേക്ക് കിടക്കാം. തീർച്ചയായും. നന്നായി വായിച്ചു ഗൗതം. താങ്ക് യു. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണ്. എന്നെ മാത്രമല്ല പ്രേക്ഷകരെയും ഇത് ഒത്തിരി ഓർമ്മകളിലേക്ക് കൊണ്ടുപോയി കാണുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഓക്കെ. ഗൗതമിന് ഇങ്ങനൊരു കഴിവുണ്ടെന്ന് ആദ്യം കണ്ടുപിടിച്ചു തരാം. അച്ഛനാണ്. അച്ഛൻ ഫ്ലൂട്ടിസ്റ്റാണ്. അച്ഛൻ കുറേ പ്രോഗ്രാമിലും ട്രൂപ്പിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അച്ഛൻ്റെ ഒപ്പം ചെറുപ്പത്തിൽ പോവുമായിരുന്നു ഗൗതം? ഞാൻ ഒത്തിരി പ്രോഗ്രാമിൽ പോയിരുന്നു. പിന്നെ ചെറുപ്പത്തിൽ ഇങ്ങനെ ഫ്ലൂട്ടൊക്കെ എടുത്ത് കളിക്കണത് അച്ഛൻ കണ്ട് പിന്നെ ഈ പ്രോഗ്രാമിൽ കൊണ്ടുപോയി എന്നെ ചെറിയ പാട്ടൊക്കെ വായിച്ച് പിന്നെ അങ്ങനെ പോയി. ഓക്കെ. അപ്പം അച്ഛൻ്റെ അടുത്ത് തന്നെയാണ് ഇപ്പോഴും പഠിക്കുന്നത്? അല്ല, മുമ്പ് അച്ഛൻ്റെ അടുത്താണ് പഠിച്ച. ഇപ്പം ഞാൻ ഹിന്ദുസ്ഥാനി ബാംഗ്ലൂർ സുനിൽ സാറിൻ്റെ അടുത്ത് പഠിക്കുന്നുണ്ട്. പ്രവീൺ ഗോഡ്കിൻഡി സാറിൻ്റെ ശിഷ്യനാണ് സുനിൽ സാറ്. ആൾ ഹിന്ദുസ്ഥാനിയാണ് പഠിപ്പിക്കണം. ഓ, ഇപ്പം ഈ ഹിന്ദുസ്ഥാനിയാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഹിന്ദുസ്ഥാനി പഠിക്കാനുള്ളൊരു കാരണം എന്താ? കേരളത്തിൽ കൂടുതൽ വായിക്കണ നിഖിൽ റാമാണ് ഹിന്ദുസ്ഥാനി പഠിച്ച് വായിക്കണ. പിന്നെ ആരും വായിക്കാറില്ല അങ്ങനെ, അധികം ആൾക്കാരില്ല അല്ലേ?
അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാൻ അധികം വിളി വരാറുണ്ടോ? ആ വരാറുണ്ട്, കുറേ വരാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ? ആ തീർച്ചയായും. നന്നായിരുന്നു ഗൗതം. താങ്ക് യു. എനിക്കൊന്ന് ക്രിസ്മസിന് നമ്മൾ എപ്പോഴും എല്ലാ വർഷവും കേൾക്കാറുള്ള വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു പാട്ടാണിത് അല്ലേ? അതെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പാട്ട്. അതെ. ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയല്ലോ, ഗൗതം ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഞാൻ നോർത്ത് പറവൂർ കരിമ്പാടൻ DD സഭ സ്കൂളിലാണ് പഠിക്കുന്നത്. ഏത് ക്ലാസ്സിലാണ്? ഞാൻ 8th. അവിടെ എങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ നല്ല സപ്പോർട്ടാണോ? നല്ല സപ്പോർട്ടാണ്. ഇപ്പോൾ ഈ പ്രോഗ്രാമിനൊക്കെ വേണ്ടിയിട്ട് പോകുമ്പം ക്ലാസ് ഒക്കെ കുറേ പോവില്ലേ? നോട്ട്സ് ഒക്കെ എഴുതാനൊക്കെ എങ്ങനെയാ? ഫ്രണ്ട്സ് സപ്പോർട്ട് ചെയ്യും, പിന്നെ ടീച്ചേഴ്സും പറഞ്ഞുതരും. ഷഹബാനായാലും സിബിനായാലും നോട്ട്സൊക്കെ അയച്ചു തരും. മൊത്തത്തിൽ ഫ്രണ്ട്സ് ഒക്കെ നല്ല സപ്പോർട്ടാണ്. അവർ ഗൗതമിന് പ്രോഗ്രാംസ് ഒക്കെ കാണാൻ വരാറുണ്ടോ? കാണാൻ വരാറുണ്ട്. TV യിലൊക്കെ ഉള്ളപ്പോൾ അവരോട് പറയുമോ അല്ലേ? അതെ പറയും. ചേച്ചിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറയൂ. ചേച്ചി നല്ലൊരു പാട്ടുകാരത്തിയാണെന്ന് എനിക്കറിയാം. അതെയോ? അടുത്ത ചേച്ചിയുടെ ഒരു പാട്ടായാലോ? ആവാലോ. പക്ഷെ ഗൗതം കൂടി എൻ്റെ കൂടത്തിൽ കൂടണം. ഓക്കെ, റെഡി. കാഴ്ച വയ്ക്കാം നിൻ സന്നിധിയിൽ
ചേച്ചി പാട്ട് അടിപൊളിയായിരുന്നു. താങ്ക് യു ഗൗതം. ഗൗതമിൻ്റെ ഇതുവരെയുള്ള മ്യൂസിക്കൽ ജേർണിയിൽ ഗൗതമിന് കടപ്പാടുള്ള ആരെങ്കിലും ഉണ്ടോ? കടപ്പാടെന്ന് പറയുമ്പോൾ ഒത്തിരി പേരുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ അച്ഛനും അമ്മയും, പിന്നെ മറക്കാൻ പറ്റാത്തൊരു പേരുണ്ട് ഗോപാലകൃഷ്ണ സാർ. ആൾ CMFRIയിലെ മുൻ ഡയറക്ടറായിരുന്നു. എൻ്റെ ഹിന്ദുസ്ഥാനിയിലെ എല്ലാ ചിലവും സാറാണ് ചെയ്യണം. പഠിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ 3 വർഷം എൻ്റെ എല്ലാ ചിലവും സാർ തന്നെ ചെയ്യണം. സാറാണ് ഇപ്പോഴും സ്പോൺസർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതെ ഓക്കെ. അപ്പോൾ അടുത്ത പാട്ട് നമുക്ക് സാറിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്താലോ? അതെ, ഒരു സന്തോഷമുള്ള ഒരു അടിപൊളി പാട്ടാവട്ടെ അല്ലേ? അതെ. ഓക്കെ. നല്ലൊരു ഫാസ്റ്റ് നമ്പർ ആയിരുന്നു, നല്ല രസമായിട്ട് വായിച്ചു. താങ്ക് യു. അപ്പോൾ ഗൗതം പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് എല്ലാ തരം ടൈപ്പും വായിക്കുമോ? മെലഡി മാത്രമല്ലല്ലോ, ഫാസ്റ്റ് നമ്പറും വായിക്കാറുണ്ടോ? എല്ലാ ടൈപ്പുള്ള പാട്ടുകളും വായിക്കാറുണ്ട്. അപ്പോൾ എങ്ങനെ ഈ ചേട്ടന്മാരൊപ്പം തന്നെയാണ് എപ്പോഴും പോകാറുള്ളത്? അതെ, ഈ ബാൻഡ് തന്നെയാണ്. നിങ്ങൾ ഈ ഒരു ബാൻഡ് ഒരുമിച്ച്? അതെ അതെ. അപ്പോൾ ഈ ബാൻഡ് മെമ്പേഴ്സിനെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താവോ? ബേസ് ഗിറ്റാർ വായിച്ചത് ജസ്റ്റിൻ അങ്കിൾ, കീബോർഡ് വായിച്ചത് സുമേഷ് അങ്കിൾ, റിതം സൈഡ് ബിനീഷ് ബാലൻ അങ്കിൾ. ഗൗതമിനോട് സംസാരിച്ചിരുന്ന സമയം പോയത് അറിഞ്ഞതേയില്ല. അപ്പോൾ ഗുഡ്നസ് ടിവിയുടെ പ്രേക്ഷകരോട് ഗൗതമിന് എന്താണ് പറയാനുള്ളത്? എന്നെപ്പോലുള്ള വളർന്നു വരുന്ന എല്ലാ കലാകാരന്മാരും നിങ്ങളുടെ സപ്പോർട്ടാണ് വലിയ ഊർജം. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. താങ്ക് യു. അപ്പോൾ അടുത്തൊരു പാട്ടോടുകൂടി നമുക്ക് ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ. ഓക്കെ.